കുറ്റ്യാടിക്കടുത്ത് തളിയിൽ നിന്നാണ് മാനസിക രോഗികളായ 2 പെൺമക്കളുടെ ദുരിത ജീവിതം നന്മയുടെ പ്രവർത്തകരെ തേടി എത്തിയത്. 5 മക്കളാണുള്ളത്. 2 സുഖമില്ല. എവിടെ ഞങ്ങൾ 6 മാസമാകുമ്പോൾ നോക്കുന്നു. ഇനി എവിടെയും കൊണ്ടുപോകാനും ബാക്കിയില്ല. അങ്ങനെ കുളിയ വാങ്ങി തളന്നേരം ഇങ്ങനെ ഉണ്ട് അവർ. അത് കുറ്റിയടി ഉണ്ടെന്ന് പറഞ്ഞേരെ ഒരോട് പറഞ്ഞേരെ ഒരു തരുന്ന കുടിയ ആൺകുട്ടികളുടെ ഞാൻ ഇങ്ങനെയാനും കൈമേലല്ല ഈ കരത്തിലിങ്ങനെ പൊന്തു പൊട്ടിച്ചോര ഒരുക്കുക. അതിലിപ്പം കുറച്ചുണ്ട്. പിന്നെ ഓപ്പറേഷൻ 3 ചെയ്ത്, 1 തൊണ്ടക്ക് 2 പുറത്ത്. ഈ ചോര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ നാല് മണിപ്പാലത്തുനിന്ന്. മരുന്നിനും ചികിത്സയ്ക്കുമായി പ്രതിമാസം വൻതുക വേണ്ടിവരുന്ന ഈ കുടുംബത്തിന് നന്മയിലൂടെ ലഭിക്കുന്ന പരിമിതമായ സഹായമല്ലാതെ മറ്റൊരാശ്രയവുമില്ല. വിവാഹപ്രായമെത്തിയ 2 പെൺമക്കളോടൊപ്പം ജീവിതം വീണ്ടെടുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ഈ വൃദ്ധമാതാവ്. കുറ്റ്യാടിയിൽ നിന്നും വയനാട്ടിലേക്കുള്ള യാത്രാമധ്യേ ഉരുളൻ കല്ലുകളുടെ ഈ ദൃശ്യസമൃദ്ധി ഒരിക്കലെങ്കിലും ആസ്വദിക്കാത്തവർ വിരളമായിരിക്കും. തൊട്ടിൽ പാലത്തിനടുത്ത് മൂന്നാംകൈ എന്നറിയപ്പെടുന്ന ഈ കൊച്ചു പ്രദേശത്ത് പക്ഷേ ഏതാനും അർബുദ രോഗികളുടെ കഥനകഥകളാണ് ഞങ്ങളെ വരവേൽക്കാനെത്തിയത്. വിട്ടുമാറാത്ത അർബുദത്തിൻ്റെ തീപ്പഴുപ്പുകൾ കറപ്പയിൽ സാറയെ ശയ്യാവലംബയാക്കിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സ നടത്തിയിട്ടും കടലോളം ആഴ്ന്നുപോകുന്ന ചികിത്സാഭാരത്തിൻ്റെ വേവലാതിയിൽ വെന്തു നീറുകയാണ് ഈ കുടുംബം. രോഗം തുടങ്ങിയിട്ടൊരു 6 കൊല്ലത്തിൻ്റെ പുറത്തായി ഈ കിടപ്പിലായിട്ട്. അതിനു മുമ്പേ തന്നെ കുറേ കാലം മുമ്പേ രോഗത്തിൽ തന്നെയാണ്. അതിപ്പോൾ ഒരുപാട് കാലമായി. വളരെ ചെറുപ്പത്തിൽ തന്നെ രോഗമുണ്ട്. അപ്പോൾ പല ചികിത്സയും ചെയ്ത് ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ചെയ്ത് നോക്കി. എന്നിട്ടൊന്നും യാതൊരു മാറ്റവും ഇല്ല. തുടർന്ന് പോകുന്നു. പിന്നെ സ്ഥിരമായിട്ട് ഈ ഗുളിക ഇങ്ങനെ കുടിച്ച് മുന്നോട്ട് പോയാൽ അത് അങ്ങനെ അങ്ങ് നിൽക്കൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ നന്മയായിട്ട് ബന്ധപ്പെടുകയും നന്മയിൽ നിന്ന് സഹായം കിട്ടിക്കൊണ്ടിരിക്കുകയും ഗുളികയൊക്കെ സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുകയും തീരുമ്പോഴൊക്കെ ഈശ്വരായിട്ട് പോയി വാങ്ങിക്കൊണ്ടുവരിക. ഇങ്ങനെയാണ് പതിവ്. ഈ നന്മയുടെ പ്രവർത്തനം ഏതാണ്ട് ഈ പ്രദേശം മുഴുവൻ അറിഞ്ഞതോടുകൂടി ദരിദ്രരായ രോഗികൾ കണ്ടമാന അപേക്ഷ കൊണ്ടുവരുന്നുണ്ട്. ആ അവസരത്തിൽ നന്മയ്ക്കിപ്പം പ്രയാസം വരുന്നത് അതൊക്കെ കൊടുക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അതിനാണ് ഞങ്ങൾക്കിപ്പോൾ ഫണ്ട്സ് വേണ്ടത്. പുഴമൂലയ്ക്കൽ റഫീഖിന് വയസ്സ് 26 കഴിഞ്ഞു. തലച്ചോറിനെ ബാധിച്ച മാരകമായ അർബുദത്തിന് ഇനിയും എത്ര കാലം ചികിത്സ നടത്തേണ്ടി വരുമെന്ന അനിശ്ചിതത്വം റഫീഖിൻ്റെ മാതാപിതാക്കളെ അസ്വസ്ഥരാക്കുന്നു. പ്രത്യേകിച്ച് വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത ഈ കുടുംബവും സുമനസ്കരായ നാട്ടുകാരുടെ ദയാവായ്പകൾക്കു വേണ്ടി അക്ഷമരായി കാത്തിരിക്കുകയാണ്. ദുരിതപർവങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന നിരവധി നിസ്സഹായ ജന്മങ്ങളുണ്ട് നമുക്ക് ചുറ്റും. തിമിരം ബാധിച്ചു തുടങ്ങിയിട്ടില്ലാത്ത നമ്മുടെ കണ്ണുകൾ കുറെ കൂടി വിശാലമായി തുറന്നു പിടിക്കേണ്ടതുണ്ടെന്ന് ഈ ദൃശ്യങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നു. ദീർഘകാല ചികിത്സ ആവശ്യമുള്ള നിരവധി രോഗികൾ നന്മയുടെ കനിവു പുസ്തകത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. വീൽചെയർ ആവശ്യമായി വരുന്ന വികലാംഗർ, ജലമെത്തകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രക്തദാന സേന, നന്മ ചാരിറ്റബിൾ ക്ലിനിക്, പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്കുള്ള സഹായമെത്തിക്കൽ, ഇങ്ങനെ നന്മയുടെ പ്രവർത്തന മേഖലകൾ വിപുലമാണ്. വർദ്ധിച്ചു വരുന്ന ഈ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ നന്മയുടെ കനിവുപറ്റാത്ത ഉറവുകൾ കുറെ കൂടി ദൂരവ്യാപകമാവേണ്ടതുണ്ട്. ഓർക്കുക, നിങ്ങളുടെ വളരെ ചെറിയ സഹായം പോലും
ഒരു മനുഷ്യജീവിയുടെ വേദനയകറ്റാൻ സഹായകമാകും.